സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോൾ നമ്മൾ അധികമായിട്ട് കാണുന്ന ഒരു വാക്കാണ് സാമ്പത്തിക മാന്ദ്യം അഥവാ റിസഷൻ. എൻ്റെ യൂട്യൂബ് വീഡിയോസിന് താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഈ സാമ്പത്തിക മാന്ദ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജോലി പോവും, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിനൊരു അഡ്വൈസ് തരാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇതിന് ഫൈനാൻഷ്യൽ ആസ്പെക്ട്സിനെ കുറിച്ച് അഡ്വൈസ് തരാൻ ഞാൻ ആളല്ല, കാരണം ഞാൻ അതിൽ എക്സ്പേർട്ടല്ല. ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ ആവർത്തിക്കുന്നു, നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേനും ആ ഒരു മേഖലയിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുടെ അഡ്വൈസ് എടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. മലയാളത്തിൽ തന്നെ ഈ ഫൈനാൻഷ്യൽ കാര്യങ്ങളെക്കുറിച്ച് നന്നായി വീഡിയോ ചെയ്യുന്നു ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അവർ തരുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ്, അതിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക. ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. പക്ഷെ അതിൻ്റെ വേറൊരു ആസ്പെക്ട്, ഞങ്ങളുടെ ജോലി പോകാൻ സാധ്യതയുണ്ടോ, ജോലി പോകാതിരിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും, അഥവാ അതിനുള്ള ചില ടിപ്സ് ആൻഡ് ട്രിക്സ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതാണ് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മളൊരു സാമ്പത്തിക മാന്ദ്യം വരുമ്പോഴത്തേനും എങ്ങനെയാണ് നമ്മുടെ ജോലി പോവുക? ഫോർ എക്സാമ്പിൾ, 50 പേര് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി, അവിടെ ഒരു റിസഷൻ കാരണം മാനേജ്മെൻറ്റിന് സാലറി കൊടുക്കാൻ പറ്റാതെ അവരൊരു തീരുമാനം എടുക്കുകയാണ്, ഒരു 10 പേരെ പിരിച്ചു വിടണം, 40 പേരെ മാത്രമേ ഞങ്ങൾക്കിനി വെക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു തീരുമാനം. അപ്പോൾ ഈ 10 പേരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങളാണ് ആ സ്ഥാനത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ എങ്ങനെയാണ് ഈ 10 പേരെ സോർട്ട് ചെയ്യുക? ആ കൂട്ടത്തിൽ നമ്മുടെ കമ്പനിക്ക് ഏറ്റവും ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നുന്ന 10 പേരെയാണ് നമ്മൾ ഈ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്താൻ നോക്കുക. ആ 10 പേരിൽ ഒരാളായിട്ട് നമ്മൾ മാറാതിരിക്കണമെങ്കിൽ നമ്മൾ ആ കമ്പനിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്ന ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. നമുക്ക് എപ്പോഴും ഒരു തോന്നലുണ്ട്, ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നമ്മൾ സേഫ് അല്ലേ, അങ്ങനെ ഇരുന്നിരിപ്പിൽ അങ്ങനെ ഒരു പോക്ക്. ആ ഒരു പോക്കിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ ഈ 10 പേരിൽ ഒന്നായിട്ട് നമ്മൾ ഉൾപ്പെട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു വാക്ക് അപ്പ് സ്കില്ലിങ്. നമ്മൾ എപ്പോഴും നമ്മുടെ സ്കിൽസ്, നമുക്ക് വാട്ട് സ്കിൽസ് വി ഹാവ്, അതിനെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകാൻ. അതുപോലെ തന്നെ ഇപ്പം നമുക്കുള്ള സ്കില്ലുകൾ അല്ലാതെ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും സ്കിൽസ് നമ്മൾ ആഡ് ഓൺ ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. അല്ലാതെ ഡിഗ്രി കഴിഞ്ഞു, മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, സേഫ് ആണല്ലോ, ഇങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അപ്പോൾ കമ്പനിയുടെ മാനേജ്മെൻറ്റ് നോക്കുമ്പോഴത്തേനും ഇയാളെ സംബന്ധിച്ചിടത്തോളം ആൾ മൾട്ടി ടാസ്ക് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉള്ള ആളാണ്, ഇയാളെ നമ്മൾ നിലനിർത്തി കഴിഞ്ഞാൽ നമുക്ക് അതിനുപയോഗിക്കാം, ഇതിനുപയോഗിക്കാം, ഇങ്ങനെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ 10 പേരുടെ ലിസ്റ്റിനകത്ത് നിങ്ങൾ പെടും. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഒറ്റൊരു കാര്യം മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അക്കടി പറ്റും. വി ഹാവ് ടു മൾട്ടി ടാസ്ക്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. നമ്മൾ ചില സമയങ്ങളിൽ ഈ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖല എക്സാമ്പിളിന് വേണ്ടി എടുക്കുന്നതേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, അതിനകത്ത് മോഷൻ ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒറ്റ ഏരിയയിൽ മാത്രമാണ് നിങ്ങൾ സ്കിൽഡ് ആയിട്ടുള്ളത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യവും ഉപയോഗിക്കുന്നില്ല. ഒരാൾ പറയുന്നു ഇങ്ങനെ ഒരു ഫ്രെയിം വർക്കിനകത്ത് ഇതിനെ നിങ്ങൾ മോഷൻ ഗ്രാഫിക്സ് ഉപയോഗിച്ച് ഇങ്ങനെ ആക്കി തരണം, അതിനെ പക്കയായിട്ട് ആക്കി കൊടുക്കാനുള്ള ടെക്നിക്കൽ സ്കില്ല് നിങ്ങൾക്കുണ്ട്. നിങ്ങളൊരിടത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങൾ വിചാരിച്ചു സൂപ്പർ, നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, അവിടുന്ന് വരാനുള്ള കാര്യങ്ങൾ തരുന്നു, ഇപ്പുറത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അതിൻ്റെ കാര്യങ്ങൾ തരുന്നു, ഇത് രണ്ടിനെയും കോർഡിനേറ്റ് ചെയ്ത് ഒരു ടിപ്പിക്കൽ ഫ്രെയിം വർക്കിൽ നിങ്ങൾ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. യു ആർ ആക്ച്വലി നോട്ട് എക്സ്പ്ലോറിങ് അതർ ഏരിയാസ്. ഓക്കെ, ഇതിൻ്റെ സൈഡ് ബൈ സൈഡ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്ന ഏരിയാസ് ഒന്നും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള മൈൻഡ് ഒട്ടും തന്നെ അപ്ലൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് കുറേ നാളായിട്ട് പൊടിപിടിച്ചവിടെ ഇരിക്കുക. അപ്പോൾ ഈ ജോലിയിൽ അത് ഓക്കെ ആയിരുന്നു, നമ്മൾ അങ്ങനെ അങ്ങ് ഇരുന്നു. പക്ഷേ കമ്പനി പിരിച്ചുവിടാൻ നോക്കിയപ്പോഴത്തേനും നിങ്ങളെ അങ്ങ് മാറ്റി. കാരണം എന്താണ്? നിങ്ങൾക്ക് ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ സ്കില്ലുള്ളൂ എന്നുള്ളത് കമ്പനിക്ക് ബോധ്യമായിരുന്നു. അപ്പം നിങ്ങളെ വച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വേറെ നിങ്ങളുടെ ആ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരാൾ, അയാൾക്ക് ഇത് മാത്രമായിരുന്നില്ല സ്കില്ലെന്ന് അയാൾ ഷോക്കേസ് ചെയ്തു. അയാൾക്ക് ഇതിനോടൊപ്പം തന്നെ ABCD സാധനങ്ങൾ കൂടി ചെയ്യാൻ പറ്റുമായിരുന്നു. സോ നിങ്ങൾ തന്നെ ആലോചിക്കുക, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെടുക്കോ മറ്റേയാളെടുക്കോ? മറ്റേ ആൾക്കല്ലേ ചാൻസ് കൂടുതൽ. അപ്പം നിങ്ങൾക്ക് ഈ അബദ്ധം പറ്റാൻ പാടുണ്ടോ? എന്ത് ചെയ്യണം? നിങ്ങൾ മൾട്ടി ടാസ്ക് ചെയ്യാനായിട്ട് നമ്മൾ ശീലിക്കണം, പഠിക്കണം. ഒരു സ്കില്ല് മാത്രം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൽ ഇനിയൊന്നും ഞാൻ നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് കൈയും കെട്ടി ഇരിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞുപോയി. നമ്മൾ ഇനി കൂടുതൽ അപ്സ്കിൽ ചെയ്യാണ്ട്, മൾട്ടി ടാസ്ക് ചെയ്യാൻ പഠിക്കാണ്ട്,
കൂടുതൽ സ്കിൽ സെറ്റ്സ് നമുക്ക് ഇപ്പോഴുള്ള സ്കില്ലിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ നോക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ സർവൈവ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടും. സോ ഈ സാമ്പത്തിക മാന്ദ്യം വന്നു കഴിഞ്ഞാലും ആർക്കും ജോലിയൊന്നും നഷ്ടപ്പെടാതിരിക്കട്ടെ, എല്ലാവർക്കും നന്നായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ. ആ ബോധത്തോടു കൂടി നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യണം. ഞാനൊരാൾ നിങ്ങൾക്ക് പ്രതീക്ഷ തന്നതുകൊണ്ട് മാത്രമായില്ല. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു വർക്കുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരും ചെയ്യണം. നിങ്ങളെ കൊണ്ടത് ചെയ്യാൻ പറ്റും. ഗുഡ് ലക്ക്.